നമ്മുടെ സൂര്യൻ ആയിരക്കണക്കിന് കോടി ന്യൂക്ലിയർ ബോംബിന് തുല്യമായ ഊർജമാണ് ഓരോ സെക്കൻഡിലും പുറത്തുവിടുന്നത്. സൂര്യന്റെ ഉള്ളിലുള്ള ഹൈഡ്രജൻ എന്ന ഇന്ധനത്തിൽ നിന്നുമാണ് ഈ ഊർജം ഉണ്ടാകുന്നത്. പക്ഷേ സൂര്യന്റെ ഊർജം അനന്തമല്ല, അത് പതിയെ പതിയെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഈ ഇന്ധനം പൂർണ്ണമായും തീരുകയും അന്ന് നമ്മുടെ സൂര്യൻ നശിക്കുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും നശിക്കാത്ത തരത്തിൽ സൂര്യന്റെ ആയുസ്സിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാലോ? ഇനിയും ഏകദേശം 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യന്റെ ഇന്ധനം മുഴുവൻ തീർന്നു പോകും. അപ്പോൾ സൂര്യൻ വികസിച്ച് റെഡ് ജയന്റ് ആയി മാറും. ആ സമയം ഭൂമി വരെയുള്ള ആദ്യത്തെ 3 ഗ്രഹങ്ങളെയും സൂര്യൻ വിഴുങ്ങും. ശേഷം അതിന്റെ പുറം ഭാഗമെല്ലാം പുറന്തള്ളപ്പെടും. അവസാനം സൂര്യന്റെ കോർ ഭാഗം മാത്രം അവശേഷിക്കും. ആ കോർ ഭാഗമാണ് വൈറ്റ് ഡ്വാർഫ്. ഇനി ഒരു പക്ഷേ ഭൂമിയെ വിഴുങ്ങിയില്ലെങ്കിലും റെഡ് ജയന്റ് കാലഘട്ടം കഴിയുമ്പോഴേക്കും ഭൂമി ഒരു കരിഞ്ഞുണങ്ങിയ ഗ്രഹമായി മാറിയിട്ടുണ്ടാകും. ഒരു തരത്തിലുമുള്ള ജീവനും പിന്നെ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. ജീവനെന്നല്ല, ജീവന്റെ ഒരു അംശം പോലും പിന്നെ ഉണ്ടായിരിക്കില്ല. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി അന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഭൂമിയെയും സൗരയൂഥത്തിനെയും ഉപേക്ഷിച്ച് മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിലേക്ക് പോവുക എന്നതാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രത്യക്ഷമായ ഒരു മാർഗം. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ടെക്നോളജികളെല്ലാം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മറ്റ് നക്ഷത്ര വ്യൂഹങ്ങളിലേക്ക് പോകാനുള്ള ടെക്നോളജികൾ തീർച്ചയായും അന്ന് നമുക്കുണ്ടായിരിക്കും. ഒരുപക്ഷെ ഈ ഗാലക്സിയിലെ ഒട്ടനേകം ഗ്രഹങ്ങളിലേക്ക് മനുഷ്യരാശി വ്യാപിച്ചിട്ടുമുണ്ടായിരിക്കും. എന്നിരുന്നാലും പുതിയൊരു നക്ഷത്ര വ്യൂഹത്തിലേക്ക് പോകുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രധാന പ്രശ്നം, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. കാരണം മുഴുവൻ ജീവജാലങ്ങളെയും പല പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് വർഷക്കാലം സമയമെടുക്കും. ഒരുപാട് വർഷക്കാലം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളോ ഒരുപക്ഷെ 10,000 വർഷങ്ങളോ എടുത്തേക്കാം. സകല ജീവജാലങ്ങളെയും ഇത്രയേറെ കാലത്തേക്ക് പരിപാലിക്കാൻ വൻതോതിൽ ഊർജം ആവശ്യമാണ്. ഊർജം മാത്രമല്ല, അതിനനുസരിച്ചുള്ള ഗംഭീരമായ വലിയ സ്പേസ് ഷിപ്പുകളും ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെയും നമുക്കൊപ്പം കൊണ്ടുപോവുക എന്നത് ഒട്ടും തന്നെ പ്രായോഗികമല്ല. അപ്പോൾ പിന്നെ അവയെല്ലാം ഭൂമിക്കൊപ്പം നശിച്ചു പോകും. മറ്റൊരു പ്രശ്നം, ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല. എന്തെന്നാൽ മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിനെ കണ്ടെത്തിയാലും ആ നക്ഷത്രവും ഒരിക്കൽ നശിക്കും. അപ്പോൾ പിന്നെ വീണ്ടും അവിടെ നിന്നും മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിലേക്ക് പോകേണ്ടി വരും. ഇതിനെല്ലാത്തിനും പുറമെ സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രവും ഭൂമിയെ പോലെയുള്ള നല്ലൊരു ഗ്രഹവും നിലനിൽക്കുന്ന വളരെ ഉത്തമമായ ഒരു നക്ഷത്ര വ്യൂഹം കണ്ടെത്തുക എന്നതും വളരെ വലിയൊരു വെല്ലുവിളിയായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ കാലഘട്ടമാകുമ്പോഴേക്കും സമീപത്തുള്ള എല്ലാ നക്ഷത്ര വ്യൂഹങ്ങളിലേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഗാലക്സി മുഴുവനും മനുഷ്യരാശി വ്യാപിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ പുതിയൊരു ഗ്രഹം കണ്ടെത്താൻ ചിലപ്പോൾ നമ്മൾ മറ്റൊരു ഗാലക്സിയിലേക്ക് തന്നെ പോകേണ്ടി വരും. ഒരുപക്ഷെ പ്രകാശത്തിനേക്കാൾ പല മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമേ ആയിരിക്കില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഭൗതിക ശാസ്ത്ര നിയമങ്ങളെല്ലാം ഫാസ്റ്റർ ദാൻ ലൈറ്റ് സ്പീഡ് ട്രാവൽ അസാധ്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റെന്താണ് മാർഗം? നക്ഷത്രങ്ങളുടെ അന്ത്യം ഒരുപക്ഷെ നമുക്ക് തടയാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ അവയുടെ ആയുസ്സിന്റെ ദൈർഘ്യം നമുക്ക് കൂട്ടാൻ കഴിഞ്ഞാലോ? നമ്മുടെ സൂര്യന്റെ ആയുസ്സിനെ 500 കോടി വർഷങ്ങളിൽ നിന്നും 1000 കോടി വർഷങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ 10,000 കോടി വർഷങ്ങളിലേക്കോ വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ അത്രയും കാലം വരെ നമുക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഭൂമിയിൽ തന്നെ അതിജീവിക്കാൻ കഴിയും. ഭൂമിയുടെ കാര്യം മാത്രമല്ല, നക്ഷത്രങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ മറ്റ് നക്ഷത്ര വ്യൂഹങ്ങളിലേക്ക് പോയവർക്കും നിലനിൽപ്പിന്റെ ഭീഷണിയില്ലാതെ അവിടെ ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും. പക്ഷേ ശരിക്കും അങ്ങനെ നക്ഷത്രത്തിന്റെ ആയുസ് കൂട്ടാൻ കഴിയുമോ? സൂര്യന്റെ ഇന്ധനം തീരുന്നതാണ് പ്രശ്നമെങ്കിൽ അതിന് നമുക്ക് കൂടുതൽ ഇന്ധനം കൊടുക്കാം, അതായത് ഹൈഡ്രജൻ കൊടുക്കാം. നമ്മുടെ സൗരയൂഥത്തിൽ 4 വാതക ഭീമൻ ലോകങ്ങളുണ്ട്. ഇതിലെല്ലാത്തിലും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനാണ്. അപ്പോൾ ആ 4 ഗ്രഹങ്ങളെയും കൊണ്ട് നമുക്ക് സൂര്യനിലിട്ടാലോ? ഒരു ഗ്രഹത്തിനെ കൊണ്ട് സൂര്യനിലിടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത്രയേറെ ഊർജമുണ്ടെങ്കിൽ നമുക്കൊരുപക്ഷെ മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിലേക്ക് പോകാം. എന്നിരുന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ തന്നെ അത് വലിയൊരു മണ്ടത്തരമായി പോകും. കാരണം സൂര്യന് കൂടുതൽ ഇന്ധനം ലഭിക്കുമെങ്കിലും അതിനോടൊപ്പം സൂര്യന്റെ മാസും കൂടുതലാകും. അപ്പോൾ സ്വാഭാവികമായും സൂര്യന്റെ കോർ ഭാഗത്തിൽ കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടും. സമ്മർദ്ദം കൂടുമ്പോൾ കോർ ഭാഗം കൂടുതലായിട്ട് ഞെരിഞ്ഞമരുകയും അനന്തരഫലമായിട്ട് ഇന്ധനം കൂടുതൽ വേഗത്തിൽ തീരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ സൂര്യന്റെ ആയുസ് വർദ്ധിക്കുന്നതിന് പകരം കുറയുകയായിരിക്കും ചെയ്യുന്നത്.
സോളാർ സിസ്റ്റത്തിലെ എല്ലാ വാതക ഗ്രഹങ്ങളെയും എടുത്താലും അവയുടെ മൊത്തം മാസ് എന്നത് സൂര്യന്റെ 1% പകുതിയുടെ പകുതി പോലും ആകുന്നില്ല. അപ്പോൾ അവയെ എല്ലാം എടുത്ത് സൂര്യനിലിട്ടാലും സൂര്യന്റെ മാസിൽ അത്രയും ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ. പക്ഷെ അത്രയും ചെറിയ വ്യത്യാസം സൂര്യന്റെ ആയുസ്സിനെ ഏകദേശം 3 കോടി വർഷങ്ങളോളം കുറയ്ക്കും. ഇതുപോലെ എത്രത്തോളം കൂടുതൽ ഇന്ധനം കൊടുക്കുന്നോ അതിനനുസരിച്ച് സൂര്യന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ ഇന്ധനം എന്ന ആശയം ശരിയാകില്ല. അങ്ങനെയെങ്കിൽ ഇന്ധനത്തിന്റെ അളവ് കുറയ്ക്കുകയാണെങ്കിലോ? ഇന്ധനത്തിന്റെ അളവ് കുറച്ചാൽ തീർച്ചയായും സൂര്യന്റെ ആയുസ് കൂട്ടാൻ കഴിയും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ. നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും കൂടുതലുള്ള തരം നക്ഷത്രങ്ങളാണ് റെഡ് ഡ്വാർഫുകൾ. ഇവയാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന നക്ഷത്രങ്ങൾ. കാരണം അവയാണ് നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിലെ ഏറ്റവും മാസ് കുറഞ്ഞ നക്ഷത്രങ്ങൾ. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റെഡ് ഡ്വാർഫുകൾക്ക് പോലും സൂര്യന്റെ വെറും പകുതി മാസ് മാത്രമേയുള്ളൂ. ചില റെഡ് ഡ്വാർഫുകൾക്കാണെങ്കിൽ സൂര്യന്റെ 10% മാസ് പോലും ഉണ്ടായിരിക്കില്ല. ഇത്രയേറെ മാസ് കുറവായതിനാൽ അവയുടെ കോറിൽ വളരെ കുറഞ്ഞ നിരക്കിലാണ് ഫ്യൂഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരുപാട് കാലം നിലനിൽക്കാനുമാകും. ഏറ്റവും ചെറിയ റെഡ് ഡ്വാർഫുകൾ പല ലക്ഷം കോടി വർഷങ്ങളോളം കാലം വരെ നിലനിൽക്കും. അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും അവസാനത്തെ നക്ഷത്രങ്ങളായിരിക്കും ഇവ. ഇത്രയേറെ കാലങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഒരൊറ്റ റെഡ് ഡ്വാർഫ് നക്ഷത്രം പോലും പ്രപഞ്ചത്തിൽ ഇതുവരെ നശിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സൂര്യനിലുള്ള വാതകങ്ങൾ വലിച്ചെടുത്ത് സൂര്യന്റെ മാസ് കുറയ്ക്കുകയും അങ്ങനെ സൂര്യനെ ഒരു റെഡ് ഡ്വാർഫ് ആക്കി മാറ്റുകയും ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ സൂര്യൻ 500 കോടി വർഷങ്ങൾക്ക് പകരം പല ലക്ഷം കോടി വർഷങ്ങളോളം കാലം വരെ നിലനിൽക്കും. പക്ഷെ ഇതിന് പല കുഴപ്പങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഇങ്ങനെ സൂര്യൻ ഒരു റെഡ് ഡ്വാർഫ് ആകുന്നതിലൂടെ ഇപ്പോഴത്തെ ഹാബിറ്റബിൾ മേഖലയും മാറുമെന്ന് വെച്ചാൽ സൂര്യന്റെ ഒരുപാട് അടുത്താകും. അപ്പോൾ പിന്നെ നമ്മുടെ ഭൂമിയെയും സൂര്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അത് പക്ഷേ ഏകദേശം അസാധ്യമായൊരു വെല്ലുവിളിയാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇനി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയാലും സൂര്യന്റെ അടുത്തായി കഴിഞ്ഞാൽ പിന്നെ ഭൂമി ടൈഡലി ലോക്ക്ഡ് ആയി പോകും. അതായത് ഭൂമിയുടെ ഒരു വശം എപ്പോഴും സൂര്യനെ നോക്കി നിൽക്കും, മറുവശം നിരന്തരമായ ഇരുട്ടിലും. അപ്പോൾ ഒരു വശം മരുഭൂമിയും മറുവശം തണുത്തു മരവിച്ചതുമാകും. അതിനേക്കാൾ ഉപരി ചെറിയ നക്ഷത്രങ്ങൾ വളരെയേറെ ആക്റ്റീവായിരിക്കും. എന്നുവെച്ചാൽ അവയിൽ നിന്നും അപ്രതീക്ഷിതമായി ഇടയ്ക്കിടയ്ക്ക് ശക്തമായ ഊർജ പ്രവാഹങ്ങൾ ഉണ്ടാകും. അത് വന്ന് ഭൂമിയിൽ പതിക്കുമ്പോൾ സകല ജീവനും നശിച്ചു പോകും. അത്രയേറെ തീവ്രമായ റേഡിയേഷൻ ആയിരിക്കും അതിലൂടെ വരുന്നത്. നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഭൂമിയുടെ സകല ആവാസ വ്യവസ്ഥകളും ജീവൻ നിലനിർത്താൻ പറ്റാത്ത തരത്തിൽ വളരെ തീവ്രമായ സാഹചര്യങ്ങളായി മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ പിന്നെ സൂര്യനെ റെഡ് ഡ്വാർഫ് ആക്കുന്നത് ഒട്ടും തന്നെ പ്രായോഗികമല്ല. പക്ഷെ ഇതിനൊരു പ്രതിവിധി എന്നത് ഈ തീവ്രമായ അവസ്ഥകളിൽ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഭൂമിയിലെ സകല ജീവനെയും നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാകും. സൂര്യന്റെ മാസ് ഒരുപാട് കുറച്ച് അതിനെ ഒരു റെഡ് ഡ്വാർഫ് ആക്കി മാറ്റുന്നതിന് പകരം ശകലം മാസ് മാത്രം കുറച്ചാൽ ഹാബിറ്റബിൾ മേഖല വീനസിന്റെ ഓർബിറ്റിലാകും. അപ്പോൾ നമുക്ക് വീനസിനെ ടെറാഫോം ചെയ്ത് ഭൂമിയെ പോലെയാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. വീനസിന് ഭൂമിയുമായിട്ട് പല സാമ്യതകളും ഉള്ളതിനാൽ വീനസിനെ ടെറാഫോം ചെയ്യുന്നത് എളുപ്പവുമായിരിക്കും. അതുപോലെ തന്നെ ഭൂമിയുടെ ഏറ്റവും സമീപത്തിലായതിനാൽ ഭൂമിയിലെ ജീവനെ മുഴുവൻ വീനസിലേക്ക് കൊണ്ടുപോകുന്നതും അത്ര പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. വീനസിന്റെ ഓർബിറ്റിലേക്ക് ഹാബിറ്റബിൾ മേഖലയെ മാറ്റാൻ അതിന്റെ 17% മാസ് കുറച്ചാൽ മതി. അപ്പോഴും സൂര്യൻ ഒരു യെല്ലോ ഡ്വാർഫ് തന്നെ ആയിരിക്കും. ഇതിലൂടെ ടൈഡൽ ലോക്കിങ്ങും തീവ്രമായ റേഡിയേഷനും എല്ലാം തന്നെ ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം സൂര്യന്റെ ആയുസ്സും വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരേ ഒരു കുഴപ്പമെന്നത്, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സൂര്യന്റെ ആയുസ് പരമാവധി വെറും 60 കോടി വർഷത്തേക്ക് മാത്രമേ കൂട്ടാൻ സാധിക്കുകയുള്ളൂ. ഇത്രയേറെ കഷ്ടപ്പെട്ട് സൂര്യന്റെ മാസം കുറച്ച് വീനസിനെ ടെറാഫോമിങ്ങും ഒക്കെ ചെയ്തിട്ടും വെറും 60 കോടി വർഷങ്ങൾ മാത്രമേ കൂടുന്നുള്ളൂവെങ്കിൽ ഇത് ഒട്ടും തന്നെ പ്രായോഗികമായ ഒരു മാർഗമല്ല. അപ്പോൾ സൂര്യന്റെ മാസ് കുറയ്ക്കാനും കഴിയില്ല, കൂട്ടാനും കഴിയില്ല. പിന്നെ നമ്മൾ എന്തു ചെയ്യും? സൂര്യന്റെ കോർ ഭാഗത്തിൽ ഹൈഡ്രജൻ ആറ്റംസ് കൂടിച്ചേർന്ന് ഹീലിയം ആറ്റമായി മാറുമ്പോഴാണ് സൂര്യനിൽ ഊർജമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇന്ധനം, അതായത് ഹൈഡ്രജൻ തീരുന്നതും. അങ്ങനെയെങ്കിൽ കൂടിച്ചേർന്ന ഹീലിയം കണികകളെ നമുക്ക് തന്നെ പിരിച്ച് വീണ്ടും ഹൈഡ്രജൻ കണികകളാക്കി മാറ്റിയാലോ? അങ്ങനെ സൂര്യന്റെ കോറിൽ ചെന്ന് ഹീലിയത്തിനെ ഹൈഡ്രജനാക്കി മാറ്റാൻ പറ്റില്ല. അത് തീർത്തും അസാധ്യമാണ്.
എന്നിരുന്നാലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും സൂര്യന്റെ ആയുസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. പക്ഷെ ഈ പദ്ധതിയും ഒട്ടും തന്നെ പ്രായോഗികമല്ല. കാരണം ഇതിനും ഒരു വലിയ പോരായ്മയുണ്ട്. എന്താണെന്നാൽ സൂര്യന്റെ കോറിൽ സംഭവിക്കുന്ന ഫ്യൂഷൻ പ്രക്രിയ പുറത്തുവിടുന്ന ഊർജം നമ്മൾ ഹീലിയം കണികകളെ പിരിക്കാൻ ഉപയോഗിച്ച ഊർജത്തിനേക്കാൾ കുറവായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സൂര്യനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചിലവാക്കിയ ഊർജത്തിനേക്കാൾ കുറച്ചൂർജമായിരിക്കും സൂര്യൻ നമുക്ക് തിരിച്ചു തരുന്നത്. അങ്ങനെയെങ്കിൽ സൂര്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ നമ്മൾ എപ്പോഴും നിരന്തരമായിട്ട് പുറത്തുനിന്നും ഊർജം കണ്ടെത്തേണ്ടി വരും. പുറത്തുനിന്നുമെന്ന് വെച്ചാൽ സ്വാഭാവികമായും അത് മറ്റു നക്ഷത്രങ്ങളിൽ നിന്നുമായിരിക്കും. അതായത് ഒരു നക്ഷത്രത്തിനെ നിലനിർത്താൻ അനാവശ്യമായിട്ട് നമ്മൾ ഒരുപാട് നക്ഷത്രങ്ങളുടെ ഊർജം ചിലവാക്കേണ്ടി വരും. അത് ഊർജത്തിനെ വെറുതെ പാഴാക്കി കളയുന്നത് പോലെയാണ്. എന്നിരുന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ സൂര്യനിലോ സൗരയൂഥത്തിലോ വേറെ യാതൊരു മാറ്റങ്ങളും വരുത്താതെ തന്നെ സൂര്യനെ നമുക്ക് പല ലക്ഷം കോടി വർഷങ്ങളോളം കാലം നിലനിർത്താനാകും. നിലവിൽ എന്തായാലും സൂര്യനെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പക്ഷേ സൂര്യന്റെ ആയുസ് കൂട്ടാനുള്ള ടെക്നോളജികൾ ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ വികസിപ്പിച്ചേക്കാം. എന്നാൽ അങ്ങനെ സൂര്യന്റെ ആയുസ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം. 500 കോടി വർഷങ്ങൾ എന്നത് വളരെ 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 വലിയൊരു കാലയളവാണ്. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ കാഴ്ചപ്പാടിൽ പോലും അത് വലിയ കാലം തന്നെയാണ്. അന്ന് ഭൂമിയിൽ മനുഷ്യരാശി ഉണ്ടായിരിക്കുമോ എന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ ഇങ്ങനെ സൂര്യന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് അന്ന് വെറും ഒരു അനാവശ്യമായ കാര്യമായിരിക്കും. കാരണം അന്ന് ചിലപ്പോൾ ബഹിരാകാശ യാത്രകൾ എന്നത് ഇന്ന് നമ്മൾ കരുതുന്നതിനേക്കാൾ ഒരുപാട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സൂര്യന്റെ ആയുസ് കൂട്ടാൻ മറ്റെന്തെങ്കിലും പ്രായോഗികമായ മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?